ചില ഗെയിം സീരീസിൻ്റെ ഫസ്റ്റ് പാർട്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, ഭയങ്കര ഫാൻ ഫോളോയിങ് ഉണ്ടാവും, കുറേ പേര് റിപ്പീറ്റ് ആയിട്ട് ഇരുന്ന് കളിച്ചിട്ടുണ്ടാവും, അതിനെക്കുറിച്ച് കുറേ കാലം ആൾക്കാർ ഇനിയും സംസാരിക്കുന്നുണ്ടാവും. പക്ഷേ സെക്കൻഡ് പാർട്ട് വരുമ്പോൾ വന്നതുപോലും ഇതിൽ പകുതി ആൾക്കാർക്കും അറിയുന്നുണ്ടാവില്ല. ആ ഗെയിമിനോട് അത്ര ഇൻട്രസ്റ്റിംഗ് ഉണ്ടാവില്ല, ഫസ്റ്റ് പാർട്ടിൻ്റെ അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിലായിരിക്കില്ല സീക്വൽ വരുമ്പോൾ ഉണ്ടാവുക. അങ്ങനെ പറയാൻ പറ്റുന്ന ഒരു ഗെയിമാണ് വെക്ടർ 2. ഇത് 2016 നെക്കി പുറത്തിറക്കിയ ഗെയിമാണ്. ഇത് സീക്വൽ തന്നെയാണ്, ഫസ്റ്റ് പാർട്ടിൻ്റെ സീക്വലായിട്ടാണ് പുറത്ത് വന്നത്. ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് റിസർച്ച് ഫെസിലിറ്റീൻ്റെ അകത്താണ്. അതിനകത്ത് മുഴുവൻ ഡെഡ് ലൈറ്റിലെ ട്രാപ്സും കാര്യങ്ങളാണ് ഉണ്ടാവുക. അതേപോലെ ഫസ്റ്റ് പാർട്ട് നമ്മൾ നോക്കുമ്പോൾ ഒരു സിറ്റീൻ്റെ മുകളിൽ ഓടുന്നത് പോലെയാണ് മോസ്റ്റ്ലി ഉണ്ടാവുക. അതാണ് കുറച്ചും കൂടി നമുക്ക് വിഷ്വലി കാണുമ്പോൾ നമുക്ക് അട്രാക്റ്റ് ആയത്. വെക്ടർ എന്ന ഗെയിം നമുക്ക് ഇഷ്ടപ്പെടാൻ കുറേ റീസൺസ് ഉണ്ട്. അതിലൊന്ന് തന്നെയാണ് വിഷ്വലി നമ്മൾ കാണുന്ന കാര്യങ്ങൾ എത്രത്തോളം നമുക്ക് ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുന്നു എന്ന രീതിയിലുണ്ടായത്. സെക്കൻഡ് പാർട്ടിൽ അതിനകത്ത് കുറേ ചേഞ്ചസും കാര്യങ്ങളും ഉണ്ടായി. ഒരു ഇൻഡോറിൽ നടക്കുന്ന പോലെയാണ് മോസ്റ്റ്ലി ഉണ്ടാവാറ് വെക്ടർ 2-ൽ. ഓൾസോ ഇത് ഫസ്റ്റ് പാർട്ട് പോലെ തന്നെ ഓട്ടോ റണ്ണിങ് പാർക്കോർ ഗെയിമാണ്. വേറെ വലിയ ചേഞ്ചസ് ഒന്നും ഇല്ല ഗെയിം പ്ലേയിൽ. ഫസ്റ്റ് പാർട്ട് പോലെ തന്നെ ഓടിക്കൊണ്ടിരിക്കും. അതിൻ്റെ അകത്ത് ജമ്പ് ചെയ്യണം, റോൾ ചെയ്യണം, സ്പ്രിൻറ്റ് ചെയ്യണം, സ്റ്റൺസ് പെർഫോം ചെയ്യണം. പിന്നെ ഇടയ്ക്ക് ഗാഡ്ജറ്റ്സ് യൂസ് ചെയ്യുന്ന പോലെ ഒരു കോൺസെപ്റ്റ് ഇതിലുണ്ട്. ഫസ്റ്റ് പാർട്ടിൽ ഇല്ലതിനേക്കാളും അതൊരു കുറച്ചൊരു ചേഞ്ച് ആയിട്ടുണ്ടായിരുന്നു. ആ ഗാഡ്ജറ്റ്സും കാര്യങ്ങളും യൂസ് ചെയ്ത് നമ്മൾ ഗെയിം പ്ലേ ഇംപ്ലിമെൻറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന രീതിയിലുണ്ടായിരുന്നു. ഫസ്റ്റ് പാർട്ടിൽ ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ലെവൽസാണ് ഉണ്ടാവുക. പക്ഷേ സെക്കൻഡ് പാർട്ടിൽ ഒരു ഫിക്സ്ഡ് ആയിട്ട് അല്ലാണ്ട് കുറേ ചേഞ്ചസും കാര്യങ്ങളും ഫ്ലോഴ്സിലും അങ്ങനത്തെ കാര്യങ്ങളിലുണ്ടാവും. അതേപോലെ പെർമനൻറ്റിഷ് ആയിട്ടുള്ള പ്രോഗ്രഷൻ ഈ ഗെയിമിലുണ്ട്. നമ്മൾ മരിക്കും തോറും അപ്ഗ്രേഡ് ആയിക്കൊണ്ടിരിക്കും, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഈ ഗെയിമിലും ഒരു മരണം എന്നത് നമ്മൾക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമാണെന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾക്ക് അത് യൂസ് ചെയ്ത് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. അങ്ങനത്തെ രീതിയിലാണ് ഉണ്ടാവുക. ഇതിൻ്റെ അകത്ത് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുമ്പം ബ്ലൂ പ്രിൻറ്റ്സ് കളക്ട് ചെയ്യാനുണ്ടാവും. അത് വെച്ചിട്ട് നമ്മൾക്ക് എക്സ്പെരിമെൻ്റൽ ആയിട്ടുള്ള എന്താ പറയുക ഗിയേഴ്സും വെപ്പൺസ് എന്നല്ല, ആ ഒരു ഗാഡ്ജറ്റ്സും കാര്യങ്ങളും എക്സ്പെരിമെൻ്റലായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ അങ്ങനെയാണ് നമ്മൾ മുന്നോട്ടേക്ക് പ്രോഗ്രസ് ചെയ്ത് വെക്ടർ 2-ൽ പോകേണ്ടത്. അതേപോലെ കുറേ ഹൈടെക് ആയിട്ടുള്ള ട്രാപ്സും ലേസർ മൈൻസ് ഇങ്ങനത്തെ കാര്യങ്ങൾ കുറേ എൻവയറോൺമെൻറ്റൽ പസിൽസ് ആണെന്ന് പറയുന്നതൊക്കെ. അതൊക്കെ ഇതിൽ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് വെക്ടർ 2-ൻ്റെ ഡിസൈൻ ചെയ്തിട്ടുണ്ടാവുക. ഇതൊക്കെ കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വെക്ടർ 2 എന്നത് ഫസ്റ്റ് പാർട്ടിനെക്കാട്ടി ഹാർഡായിട്ടുള്ള ഒരു ഗെയിമാണ്. നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ കളിക്കുക ആ സ്റ്റൈലിഷ് ആയിട്ടുള്ള പാർക്കോർ കാണാനും ആ ഓടിക്കൊണ്ട് രക്ഷപ്പെടുമ്പോൾ ആ സാറ്റിസ്ഫാക്ഷൻ കിട്ടാനും ആ അഡ്രിനാലിൻ റഷ് നമുക്ക് 100 അടുത്തെത്തുമ്പോൾ അതിനകത്ത് രക്ഷപ്പെട്ടു പോകുന്ന അങ്ങനത്തെ രീതിയിലാണ് ഉണ്ടാവുക. സെക്കൻഡ് പാർട്ടിൽ കംപ്ലീറ്റ്ലി ഡിഫറൻ്റ് ആയെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇത്രയും പുതിയൊരു കാര്യം ഇതിനകത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്തതുകൊണ്ട് ഫസ്റ്റ് പാർട്ടിൽ നിന്ന് കുറേ ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ഗെയിമാണ് വെക്ടർ 2 എത്തിയിരുന്നത്. ഓക്കെ, വെക്ടർ 2 ഇപ്പോൾ അധികം ആൾക്കാർക്കും അറിയില്ല. അത് കാരണം ഗെയിം ഫ്ലോപ്പാണെന്ന് നോക്കിയാൽ തീർച്ചയായും അല്ല. ഈ ഗെയിം റിലീസായ സമയത്ത് പെട്ടെന്ന് തന്നെ മില്യൺസ് കണക്കിന് ഡൗൺലോഡ്സ് കിട്ടിയതായിരുന്നു. അതേപോലെ ഈ ഗെയിമിംഗ് കമ്മ്യൂണിറ്റീൻ്റെ റിയാക്ഷൻ എന്നത് ഒരു മിക്സഡ് ആയിട്ടുള്ള രീതിയിലാണ് ഉണ്ടായത്. ചിലർ ഈ ആനിമേഷൻസും ചേഞ്ചസും ഒക്കെ പൊക്കി പറഞ്ഞു പ്രൈസ് ചെയ്ത് പറഞ്ഞായിരുന്നു. അതേപോലെ തന്നെ പലരും ഒറിജിനൽ ഗെയിമിൻ്റെ ഫാൻസ് എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഫസ്റ്റ് പാർട്ടിൽ ഒരു ഫീല് മിസ്സാവുന്നുണ്ട്, ഫസ്റ്റ് പാർട്ടിൽ നിന്ന് ഇത് ഭയങ്കര ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ഗെയിമായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അങ്ങനത്തെ രീതിയിലാണ് ഗെയിം വന്ന സമയത്ത് ഈ ഒരു ഗെയിമിംഗ് കമ്മ്യൂണിറ്റി റിയാക്ട് ചെയ്തിട്ടുണ്ടായത്. എല്ലാവരും എക്സ്പെരിമെൻ്റലായിട്ട് ഗെയിം സീരീസിൽ ട്രൈ ചെയ്യും, പക്ഷേ അതെപ്പോഴും ആൾക്കാർക്ക് ഓഡിയൻസിന് ഇഷ്ടപ്പെടണമെന്നില്ല. അങ്ങനെയാണ് വെക്ടർ 2-ൽ വർക്കായിട്ടുണ്ടായത്. വെക്ടർ 2 ട്രൈ ചെയ്തവരുണ്ടോ? നിങ്ങൾക്ക് ഈ ഗെയിം ഇഷ്ടപ്പെട്ടതായിരുന്നു? അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസാണ് നിങ്ങൾക്ക് കിട്ടിയത്? ഫസ്റ്റ് പാർട്ടിൻ്റെ അതേ ഫീൽ കിട്ടിയതായിരുന്നു? ഇല്ലെങ്കിൽ വെക്ടർ 1-നെക്കാട്ടി നിങ്ങൾക്ക് വെക്ടർ 2 ഇഷ്ടപ്പെട്ടവരുണ്ടോ? കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യൂ. സോ ഇനി വേറൊരു നല്ല വീഡിയോ കാണുന്നവർ ഇങ്ങോട്ട് ഫ്രം ഗെയിമിംഗ് എക്സ്പീരിയൻസ്. പീസ് ഔട്ട്.